രണ്ടാളും പരസ്പരം ഒന്നും പറഞ്ഞില്ല. ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ടോ? കോൺഗ്രസ് ബി ജെ പിയെ കുറിച്ചോ ബി ജെ പി കോൺഗ്രസിനെ കുറിച്ചോ പറഞ്ഞോ? രണ്ടു കൂട്ടരും ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ദേശീയപാതയിലെ ടെൻഡർ വിളിച്ച് ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ എടുത്ത് 99% പൂർത്തിയാക്കിയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ വാർഷിക ദിനത്തിൽ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന കേന്ദ്രത്തിലെ ഒരു മന്ത്രി അവരെ പ്രശംസിച്ചു. ഉഡായിപ്പ് കമ്പനിയിൽ നിന്ന് എന്നാ കിട്ടിയിട്ടാണ് ഈ നിതിൻ ഗഡ്കരി ആ ഉഡായിപ്പ് കമ്പനിയെ പ്രശംസിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളുകളുടെ നിലവാരം എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. നിതിൻ ഗഡ്കരി ഉഡായിപ്പ് കമ്പനിയെ പ്രശംസിക്കാൻ നടക്കുന്ന ആളാണോ? വാഗ്ബടാനന്ദൻ ഉണ്ടാക്കിയതാണ്. RSSനൊക്കെ പഴക്കമുണ്ട് ആ സ്ഥാപനത്തിന് കേട്ടോ. നിങ്ങൾ എന്തിനേയും ആക്രമിക്കും ബി ജെ പിക്കാർ. ഞങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെ വക്താക്കളൊന്നുമല്ല. പക്ഷേ അവർ ഏത് സ്കൂൾ തകർന്ന ഒരു സ്കൂളിൻ്റെ പേര് പറഞ്ഞു കേട്ടല്ലോ. ഒരു സ്കൂളിൻ്റെ പേരും പറയത്തില്ല. അവിടെ പോയ കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിർമ്മാണാവസ്ഥയിൽ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും പൊട്ടലുണ്ടായ ഉടനെ വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടാക്കരുത്. യൂണിവേഴ്സിറ്റി അതവിടെ സ്കൂൾ അവിടെ ഉണ്ട്. ഇന്നത്തെ ചർച്ചയിൽ തീർക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഈ കേരളത്തിന് ചില്ലിക്കാശ് തരാത്ത മോദി, ഏതാ വയനാട്ടിൽ ആളുകൾ മരിച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത ആ പാവപ്പെട്ട കൊച്ചിനെ വരെ പറ്റിച്ചുകൊണ്ട് പോയൊരു മോദി, എന്നിട്ട് പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ഏതാണ്ട് കിട്ടുക എന്നാണ് പറയണത്. വഴിഞ്ഞൊഴുകല്ലേ കേരളത്തിന്. എല്ലാ വീട്ടിലും വെള്ളം കൊടുക്കുന്നു. എന്നാൽ പിന്നെ ഇന്ത്യ വെള്ളം കൊടുക്കും. തൽക്കാലം ഡൽഹിയിൽ വെള്ളം കയറിയിട്ട് ആ സ്കൂളിൽ അവിടെ പിന്നെ കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുന്ന കുറേ പേര് മരിച്ചുപോയ കേട്ടോ, കുഞ്ഞുങ്ങൾ, മലയാളി ഉൾപ്പെടെ. ഡൽഹിയിൽ ആരാ ഭരിക്കണത്? നിങ്ങളുടെ മോദിയല്ലേ. കേരളത്തിൽ മാത്രം വെള്ളപ്പൊക്കം, അവിടെ ഒന്നും വെള്ളപ്പൊക്കം ഇല്ല. കുറേ ആളുകൾ ഇങ്ങനെ ചർച്ചയെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക. നിങ്ങൾക്ക് കുറഞ്ഞ പക്ഷേ ഈ കേരളത്തിൽ നേടിയ നേട്ടത്തോടെങ്കിലും ഒരു ധാരണ വേണം. ഒരു കാര്യം ഞാൻ പറയാം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു 4,38,000 വീടേ നിർമ്മിച്ചുള്ളൂ. അത് മതി. ഞാൻ സതീശൻ്റെ കണക്ക് സമ്മതിച്ചു. മാർച്ച് 31 ആകുമ്പോൾ ഞങ്ങൾ 6 ലക്ഷം ആക്കിക്കോളാം. സതീശ മാപ്പ് പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് ഒരു 5 കൊല്ലം കൂടെ തന്നാൽ മുഴുവൻ പേർക്കും വീട് കൊടുത്തോളാം. ഇപ്പം ഞങ്ങൾ ദാരിദ്ര്യമുക്ത കേരളം ഉണ്ടാക്കി. അതിദാരിദ്ര്യമില്ലാത്തൊരു കേരളം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞു. ഇനി ദാരിദ്ര്യമുക്ത കേരളത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഒരു 5 കൊല്ലം കൂടെ തരുമോ? പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് നോക്കിയാൽ, ലോകത്തെ കണക്ക് നോക്കിയാൽ പട്ടിണി സൂചികയിൽ ഇന്ത്യ വീണ്ടും വീണ്ടും പുറകോട്ടാണ് പോണത്. കേരളം ദാരിദ്ര്യമുക്തമാകുമ്പോൾ ഇന്ത്യ പട്ടിണി സൂചികയിൽ പുറകോട്ട്. അതിന് അങ്ങനെ മാജിക്ക് വിരുദ്ധ ധ്രുവങ്ങൾ സഞ്ചരിക്കുന്നത്. ഞാൻ ബി ജെ പിയുടെ പ്രകൃതിയോട് പറയുന്നത്, ആളോഹരി വരുമാനത്തിൽ ഇന്ത്യയിലെ 1-ാം സ്ഥാനം കേരളത്തിനാണോ മറ്റേതെങ്കിലും സ്റ്റേറ്റിനാണോ? നിങ്ങൾ ഭരിക്കുന്നൊരു സ്റ്റേറ്റിൻ്റെ പറ, ഗുജറാത്തിൻ്റെ പേര് പറ. 4 നൂറ്റാണ്ടായില്ലേ അവിടെ ഇരുന്ന് ഭരിക്കാൻ തുടങ്ങിയിട്ട്. ആഭ്യന്തര മൊത്ത വരുമാന വികസനത്തിൽ കേരളത്തിൻ്റെ നേട്ടം എന്താ?